Hi everyone, welcome back to Xylem Learning. So, when we talk about grammar or when we discuss the topics in grammar, we hear a term like gerund. നമ്മൾ gerund എന്ന് പറയുന്നത് എന്ത് കേൾക്കാറുണ്ട്? ഒരു ടേം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു ഗ്രാമർ പറയുമ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. വേർബും ജെറണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കുട്ടികളോട് ചോദിക്കാറുണ്ട്. മിസ്സേ ആക്ച്വലി വേർബും ജെറണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വലി വാട്ട് ഈസ് എ gerund, എന്താണ് ഒരു gerund എന്നാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ എന്ത് ചെയ്യണം, എന്താ പറയുക, നമ്മൾ ഇവിടെ നമ്മൾ അയച്ചു വിടണം. ഓക്കെ, നമ്മൾ പറഞ്ഞ് അയച്ചേ പറ്റും നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ. സോ വി ആർ going to learn what is a gerund. It is a noun. Is it a noun? ഇതൊരു noun പേര് ആണോ എന്ന് ചോദിച്ചാൽ a noun ending in ing that has been made from a verb. ഓക്കെ, ഒരു വേർബിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഈ നൗൺ ഉണ്ടാക്കുന്നത്. സോ ഓഫ് കോഴ്സ് gerund is a noun. പക്ഷെ ആ നൗൺ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഒരു വേർബ് പ്ലസ് ing ചേർത്തിട്ട് ഉണ്ടാകുന്ന വാക്ക് നമ്മളൊരു നൗൺ, ഒരു പേര് പോലെ ഉപയോഗിക്കുമ്പോഴാണ് അത് gerund ആയിട്ട് മാറുന്നത്. നമ്മൾ verb പ്ലസ് ing വരുന്ന ഒരു വാക്ക്, ഫോർ എക്സാമ്പിൾ സ്വിമ്മിങ്, talking, reading, dancing, okay, dancing, singing, writing, ഇതൊക്കെ നമ്മൾ പറയാണ്. ഇതിന് നമ്മൾ ഒരു noun പോലെ, ഒരു പേര് പോലെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ when we use these words as a noun or instead of noun, it calls a gerund. എങ്ങനെ അതല്ലേ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, verb plus ing ആണ് എന്ത്, gerund. ഓക്കെ, അല്ലാണ്ട് ആമിന ആയിഷ ഒന്നും അല്ല എന്ത് gerund എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് റീഡിങ്, സ്വിമ്മിങ്, ടേക്കിംഗ്, ലിസണിങ്, വാക്കിംഗ്, എക്സസൈസിങ്, അല്ലേ? അതൊക്കെയാണ് എന്ത് gerund എന്ന് മനസ്സിലായില്ലേ? കം. സോ എന്താണ് നോക്കാം. It acts as a noun. It functions as a noun. എങ്ങനെയാണ് അത് സെന്റൻസിൽ വരുന്നത്? It acts as a subject, object or complement. It can be a subject. നമുക്കറിയാം noun is a subject, അല്ലേ? It can be an object. നമുക്കറിയാം noun ആണ് എന്ത് വരാ, ഒബ്ജക്റ്റ് ആയിട്ട് വരാ. I gave a flower to my friend. ഞാൻ എൻ്റെ ഫ്രണ്ടിന് എന്ത് കൊടുത്തു, ഒരു ഫ്ലവർ കൊടുത്തു. മൈ ഫ്രണ്ട് ഈസ് ഒബ്ജക്റ്റ്. അതായത് റിസീവർ ഓഫ് ആക്ഷൻ. ഒരു ആക്ഷൻ ആരിലേക്കാണോ പോയത്, സബ്ജക്റ്റ്, വേർബ്, വേർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ റിസീവർ ഓഫ് ദ വേർബ് ആണ് എന്ത്, നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയാം. ഇവിടെ നോക്കുക, സബ്ജക്റ്റ് സ്വിമ്മിങ് ഈസ് എ ഗുഡ് എക്സസൈസ്. സ്വിമ്മിങ് എന്ന് പറയുന്നത് എന്താണ്, വളരെ നല്ലൊരു എക്സസൈസ് ആണ്. അവിടെ നമ്മൾ സ്വിമ്മിങ് എന്ന് പറയുന്ന ആക്ഷൻ, അതിനൊരു പേരായിട്ട് പറയാം. സ്വിമ്മിങ് ഒരു പ്രവൃത്തിയല്ല, അതിനൊരു നൗൺ സബ്ജക്റ്റ് ആയിട്ടാണ് പറയുന്നത്. സ്വിമ്മിങ് ഈസ് എന്താണ്, ഗുഡ് ഫോർ എക്സസൈസ്. ദാറ്റ് ഇസ് എ സബ്ജക്റ്റ്, അല്ലേ? നെക്സ്റ്റ് ഇറ്റ് ഇസ് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആകുമ്പോൾ ആക്ഷൻ ആരിലേക്ക്, എന്തിലേക്ക് എന്നാണ്. ഷീ എൻജോയ്സ് റീഡിങ്. ഷീ ഈസ് എ സബ്ജക്റ്റ് here. Here she is the subject. What is the verb? Enjoys is the verb. അവൾ എന്താ എൻജോയ് ചെയ്യുന്നത്, നമ്മുടെ വേർബ് എന്തിലേക്കാ കണക്റ്റഡ്, എൻജോയ്സ് റീഡിങ്. സോ റീഡിങ്, അവൾ എന്താ എൻജോയ് ചെയ്യുന്നത്, റീഡിങ്. അപ്പൊ വേർബ് എന്തിലേക്കാ നടന്നത്, കണക്ട് ചെയ്തത് റീഡിങ്. സോ റീഡിങ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ് ആണ്. സോ ഷീ എൻജോയ്സ് റീഡിങ് ബുക്സ്. അപ്പൊ അവിടെ അതെന്തായി, ഒബ്ജക്റ്റ് ആയി. നെക്സ്റ്റ് ഇറ്റ് ഇസ് ഹർ ഹോബി ഈസ് ഹൈക്കിംഗ്. അവളുടെ ഹോബിയാണ് എന്ത്, ഹൈക്കിംഗ്. ദാറ്റ് ഇസ് കോംപ്ലിമെന്റ്. ഓ, ഹർ ഹോബി ഈസ് ഹൈക്കിംഗ്. അവളുടെ ഹോബി എന്താണ്, ഹൈക്കിംഗ് ആണ് അവളുടെ ഹോബി. ദാറ്റ്സ് എ കോംപ്ലിമെന്റ്. അത് നമ്മൾ ഒരാൾക്ക് കോംപ്ലിമെന്റ് കൊടുക്കുകയാണ്. ഒബ്ജക്റ്റ് ഓഫ് എ പ്രിപ്പോസിഷൻ, ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് സ്പാനിഷ്. ഒബ്ജക്റ്റ് ഓഫ് എ പ്രിപ്പോസിഷൻ, ഒരു പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. നോക്കാം, ഇൻ എന്ന് പറയും, ഇന്ന് ശേഷം വരുന്ന എന്താണ്, ഹി ഈസ് ഇൻട്രസ്റ്റഡ്. അയാൾക്ക് താല്പര്യം ഉണ്ട്. എന്തിലാണ്, ഇൻ ലേണിംഗ് സ്പാനിഷ്, സ്പാനിഷ് പഠിക്കുന്നതിൽ. ഇവിടെ പ്രിപ്പോസിഷന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ആര് വന്നത്, ഹി ഈസ് ഇൻട്രസ്റ്റഡ്. ഹി ഈസ് എ സബ്ജക്റ്റ്, ഇൻട്രസ്റ്റഡ് ഈസ് എ വേർബ്. അതിൻ്റെ ഇടയിൽ എന്ത് വന്ന്, ഇൻ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ അവിടെ വന്നു. അപ്പൊ അവിടെ എന്തായി, നമ്മൾ ഇൻ ലേണിംഗ്. അപ്പൊ ഇന്നിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് എന്ത് വന്നു, ലേണിംഗ് വന്നു. അപ്പൊ വേർബിന്റെ കൂടെ നമ്മൾ ing അങ്ങ് മിക്സ് ചെയ്ത് ആ വാക്കിനെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ടോ ഒബ്ജക്റ്റ് ആയിട്ടോ പറയുന്നതിനെ നമ്മൾ എന്ത് പറയാം, gerund എന്ന് പറയാം. വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. നടത്തം എന്താണ്, നല്ലതാണ്. സ്വിമ്മിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ്. റീഡിംഗ്
ഈസ് മൈ ഹോബി. ഇതൊക്കെ എന്താണ്? ജിറന്റ് ആണ്. ഓക്കെ, അപ്പൊ ജിറന്റ് വെറും സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ മാത്രമേ വരുള്ളൂ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട്. നോ, അതൊരു കൺഫ്യൂസിങ് ആണ്. that is a mistake, that's a confusion. അത് സത്യമല്ല. ജിറന്റ് ക്യാൻ ബി എ സബ്ജക്ട്, എന്താണ് അതേപോലെ, ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി എൻ ഒബ്ജക്റ്റ്, അത് ഒബ്ജക്റ്റും ആവും. ഓക്കെ, അപ്പൊ ജിറന്റ് മീൻസ് എന്താണ്? verb plus ing and it acts as a noun. ഒരു noun പോലെ പ്രവർത്തിക്കുന്ന വേർബിനോട് ing ചേർത്തുണ്ടാക്കുന്ന പദങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജിറന്റ് എന്ന് വിളിക്കുന്നത്. Hope it is clear to you guys. Thank you so much.